റോമാലേഖനം 13:11 മുതലുള്ള വചനം. ഇതെല്ലാം ചെയ്യേണ്ടത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ സുഖലോലുപത എല്ലാവർക്കും സുഖമാണ്. മുഴുത്ത വീട്, മുഴുത്ത സൗകര്യം, എല്ലാം മുഴുത്തത്. അത് ലോകസുഖങ്ങളോട് കൂടുതൽ അടുപ്പം ഒരാൾ തുടങ്ങുമ്പോൾ ഓർത്തോണവൻ്റെ അഭിഷേകം പോയതിൻ്റെ തെളിവാണത്. പരിശുദ്ധാത്മ അഭിഷേകം പോയി കഴിയുമ്പോൾ പിന്നെ അവൻ്റെ വലിപ്പം കാണിക്കാനുള്ളൊരു നെട്ടോട്ടത്തിലാണ്. അതേ ഉള്ളു. പിന്നെ അവൻ അവസാനം നോക്കുമ്പോൾ ഇതേ ഉള്ളൂ. ഈ ലോകത്തിൽ എന്തെങ്കിലും ആളാകുക, ഈശോ ഉള്ളവന് എന്തിൻ്റെ ആവശ്യമില്ലല്ലോ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ. ഇന്നാളെ ചിലരൊക്കെ എന്നെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കും. ഇന്റർനെറ്റിനടിമയാ പാവം ഇങ്ങനെ പറയാ അവിഹിത വേഴ്ച. എന്തു കാരണം? ഉള്ളിൽ നിന്ന് ദൈവബന്ധം മുറിഞ്ഞുപോയി. ഈശോയെ ഉപേക്ഷിച്ച് പോവുക. വേസ്റ്റിന്റെ പുറകെ വേസ്റ്റാണ് അതെല്ലാം. വേസ്റ്റാക്ക്. സമയം വേസ്റ്റ്, ജീവിതം വേസ്റ്റ്, സമാധാനം പോയി, എല്ലാം പോയി. അവസാനം എന്നാ ഉണ്ട്? അവസാനം ഒറ്റ സാധനം ഉണ്ട്. അതെല്ലാം ഒരുപാട് കുറ്റബോധം, ആഴമുള്ള കുറ്റബോധം. യുദാസിന്റെ ഉള്ളിലുണ്ടായിരുന്ന കുറ്റബോധം. സ്വയം ശപിക്കുന്നു, സ്വയം നശിപ്പിക്കുന്നു. എന്നെയും കൊണ്ട് നിങ്ങൾ കാണാൻ എന്ത് കാരണം? അവനെ മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെ അങ്ങ് പോയാൽ പോരായിരുന്നോ? ഈശോ എങ്ങ് സ്നേഹിച്ചാൽ പോരായിരുന്നോ? ഈശോയുടെ വാക്കെന്തുകൊണ്ട് വില കൊടുത്തില്ല? അവന് ആദം ഹൗവ പറുദീസ നഷ്ടപ്പെടാൻ കാരണം എന്താ? ദൈവത്തെക്കാളും വില ഒരു നിമിഷം സാത്താന്റെ പ്രബോധനത്തിന് കൊടുത്തു. സാത്താന്റെ പ്രബോധനം, അതായത് വെളിപാട് 2:3 സാത്താന്റെ സിനഗോഗുകൾ എന്ന് പറയുന്ന പോലെ ആ പ്രബോധനത്തിന് കൊടുത്തു. സാത്താന്റെ പ്രബോധനത്തിന് കൊടുത്തു. അപ്പോൾ ഒന്ന് പറ്റി, പറുദീസ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു. ദുഷ്ടാരൂപിയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ മക്കളെ, ഒരേ ഒരൊറ്റ ലക്ഷ്യം. യോഹന്നാൻ 10:10 പറയുന്നത് പോലെ, കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാ. മോഷ്ടിക്കുക, ഹിസ് എ തീഫ്. കൊല്ലാനും, ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്, നശിപ്പിക്കാനാണ്. ടു സ്റ്റീൽ, ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. മോഷ്ടിക്കുക എന്ന് വെച്ചാല് നിന്റെ കുടുംബം മോഷ്ടിക്കുക, നിന്റെ സമാധാനം മോഷ്ടിക്കുക, നീയെ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ ജീവിത വിശുദ്ധി മോഷ്ടിക്കുക, നിന്റെ പ്രാർത്ഥനാ ജീവിതം മോഷ്ടിക്കുക, 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ അതിൽ നിന്നും പുറത്താക്കുക, സ്വർഗത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്നതിന്റെ അവിടുന്ന് മാറ്റിയ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. നിന്നുള്ള ദൈവാനുഗ്രഹങ്ങൾ മോഷ്ടിക്കുക, നിന്റെ സമാധാനം കളയുക, ദൈവസ്നേഹം മോഷ്ടിച്ചെടുക്കുക, ക്രിസ്തുവിനോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റ് മോഷ്ടിച്ചു കളയുക. കള്ളം മോഷ്ടിക്കാൻ വരുന്ന 2 ടു കിൽ. അവനറിയാം ഇത് പോയി കഴിയുമ്പോൾ നീ മരിച്ചു വെക്കുള്ളൂ. നിന്റെ മരണം അത് വെറൊരു ബാഹ്യമായ മരണമല്ലത്, ഈശോയുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുക. ടു സെപ്പറേറ്റ് യു ഫ്രം ഗോഡ്. പാരൻസൊക്കെ ഇന്ന് കുഞ്ഞുങ്ങളോർത്ത് വേദനിക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനമോ ഈശോയോ നിങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ കിടന്ന് അലമുറയിട്ട് കരയുന്നത്? ധൂർത്തപുത്രന്റെ കാര്യം പറയുന്ന പോലാണ്. അവനെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാ സുബോധമുണ്ടാകുന്നത്. സുബോധമുണ്ടാകുന്നതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ, പന്നുകൂട്ടി കടന്നപ്പോഴാ ബോധമുണ്ടാകുന്നത്. അതിനുമ്പ് എന്തുകൊണ്ട് അവൻ അറിഞ്ഞില്ല, ഇവന്റെ അപ്പനെ അറിഞ്ഞില്ല. കാരണം അവന് അപ്പന്റെ കൂടെ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സിരുന്നത് വേറെ വഴിക്കാണ് ഇരുന്നത്. അവന്റെ ചിന്ത മുഴുവൻ പരമ പ്രശസ്തി, സുഖം, ആർഭാടം, ഫ്രീ ലൈഫ്, ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടം പോലെ കുടിച്ച് വലിച്ച് ആർഭാടമായിട്ട് ജീവിക്കണേ. പക്ഷെ അവസാനം അവന്റെ ജീവിതം നശിച്ചു പോകുന്നതാണ്. പക്ഷെ ഇവിടെ ആ സുബോധം ഉണ്ടായപ്പോഴാണ്. ധൂർത്തപുത്രന് സുബോധം ഉണ്ടായി. എന്നിട്ട് എല്ലാവർക്കും ലോകത്തിന് ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സുബോധം ഉണ്ടാകുന്നവനെ തിരിച്ചു വരുള്ളൂ എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിളിന്റെ അർത്ഥം എന്താ? സഭയിലേക്കും ബലിപീഠത്തിന്റെ അടുക്കലേക്കും കുർബാനയിലേക്കും ഉപസാരത്തിലേക്കൊക്കെ ശരിക്കും വരുന്നത് സുബോധമുണ്ടാകുന്നവനാ. ആത്മരക്ഷയ്ക്കല്ലേ വില കൊടുക്കേണ്ടതുള്ളൂ മക്കളെ. അല്ല നീ ഉണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് നീ മരണാനന്തരം അങ്ങ് പോകുമെന്ന് കരുതുന്നുണ്ടോ? നിന്റെ വീടോ, നിന്റെ വണ്ടിയോ, നിന്റെ കഴുത്തെ നീ കെട്ടിപ്പിടിച്ച സ്വർണ്ണോ, എന്തുകൊണ്ടും നീ പോകും. മരണാനന്തരം നീ എന്തുകൊണ്ടാണ്
യാത്ര തിരിക്കാൻ പോകുന്നു. മരിക്കുന്നവൻ എങ്ങോട്ട്, അവൻ യാത്ര തിരിക്കുമ്പോൾ അവൻ്റെ കൈവശം അവൻ എന്നാ കൊണ്ടുപോകുന്നു പറഞ്ഞേ. ചില വീടൊക്കെ പോകണം, എൻ്റെ മുന്നിലൂടെ ചില അപ്പനമ്മ നടപ്പുണ്ട്. നോക്കി, ദൈവം തന്ന അനുഗ്രഹം. ഇതൊന്നും അല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തെ തൊടുന്നതാണ് അനുഗ്രഹം. അതിനേക്കാളും വലിയൊരു അനുഗ്രഹം ഒന്നുമില്ല. തോമാസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് ഒരേ ഒരു നിമിഷം. യോഹന്നാൻ 20:28 അവന്റെ ചങ്കിലേക്ക്, പാർശ്വത്തിലേക്ക് കൈവച്ചിട്ട് എൻ്റെ കർത്താവ് എൻ്റെ ഈശോ തൊടാൻ ഈശോ അനുവദിച്ചതാണ് അവന്റെ അനുഗ്രഹം. ഈശോയെ തൊടാൻ ഈശോ അവനെ അനുവദിച്ചതാണ് അവന്റെ അനുഗ്രഹം. എൻ്റെ മക്കളെ, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക.